നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലുള്ള ഒരു അനിത മാഡത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫാദറാണ്, അവരുടെ വീട്ടിലാണ്. നമ്മൾ ചെയ്തിട്ടുള്ളൊരു അക്വാപോണിക്സ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചെയ്തതാണ്. കഴിഞ്ഞ 20 ചെയ്തതാണ്. അപ്പം അവിടുത്തെ ഒരു ഗ്രോത്തൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണ്. അക്വാപോണിക്സിൻ്റെ ചെടികളുടെയും മീനുകളുടെയും ഗ്രോത്ത് നോക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് നേരിട്ട് കാണാം എങ്ങനെയുണ്ട് മീനുകളുടെ ഗ്രോത്ത് എന്നൊക്കെ കാണാം. കഴിഞ്ഞ 20-ാം തീയതിയാണ് നമ്മൾ മത്സ്യങ്ങളെ നിക്ഷേപിച്ചതെങ്കിൽ നമ്മൾ 15 ദിവസം മുമ്പാണ് ഇതിലേക്ക് വേണ്ട പച്ചക്കറി തൈകളൊക്കെ വച്ചത്. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് കണ്ടോ? ഇതിനകത്ത് പലതരം ചീര, ക്യാപ്സിക്കം, പല നിറത്തിലുള്ള ക്യാപ്സിക്കം, അതുപോലെ തന്നെ പുതിന, തക്കാളിയൊക്കെ നല്ല നല്ല ഗ്രോത്തിൽ നിൽക്കുക കേട്ടോ. പിന്നെ അത് ഒരു പീച്ചിലുണ്ട് ഇതിനകത്ത്. അതിൻ്റെ തന്നെ കോളിഫ്ലവറുണ്ട്, അതുപോലെ തന്നെ പടവലമുണ്ട്, ക്യാബേജുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഈ അക്വാപോണിക്സിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ടത് മീനിൻ്റെ ഗ്രോത്താണ്. 1 മാസത്തെ ഗ്രോത്താണ്. അതിന് വേണ്ട എത്ര ഇഞ്ച് കുഞ്ഞുങ്ങളാണ് നമ്മളെടുത്ത്? 6 സെൻറ്റിമീറ്ററുള്ള കുഞ്ഞുങ്ങളാണ് എടുത്തിരിക്കുന്നത്. 45 എണ്ണം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പം അവർ നല്ല ഫാസ്റ്റ് ഗ്രോത്താണ് കാണുന്നത്. വെറും 6 സെൻറ്റിമീറ്റർ ഉള്ള കുഞ്ഞുങ്ങളെയാണ് എടുത്തിരുന്നത് നീളം. ഇപ്പോൾ അവന്മാരെല്ലാം ഒരു 100 ഗ്രാമിന് അടുത്തായി എന്നാണ് എനിക്ക് തോന്നുന്നത്. 100 ഗ്രാമിൻ്റെ മുകളിലുള്ളതും ഉണ്ട്. നല്ല ഗ്രോത്താണ്. അക്വാപോണിക്സിലെ മത്സ്യങ്ങൾക്കും നല്ല ഗ്രോത്താണ്, അതേപോലെ തന്നെ ചെടികൾക്കും അതിഭീകര ഗ്രോത്താണ്. ഈ അനിത മാഡം ഒരു ചില്ലറ ആളല്ല കേട്ടോ. ഇദ്ദേഹം മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് വാങ്ങിയിട്ടുള്ള സർക്കാരിൻ്റെ നിരവധി പുരസ്കാരങ്ങൾ, എല്ലാ വർഷവും തന്നെ പുരസ്കാരങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി കർഷകയാണ്. കർഷക എന്ന് പറഞ്ഞാൽ പച്ചക്കറി, പലതരം സുഗന്ധവ്യഞ്ജനങ്ങൾ, ഫ്രൂട്ട്സ് പ്ലാന്റ്, ഇവരുടെ മട്ടുപ്പാവിലുള്ള കൃഷി കോണിപ്പടി പോലും വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. കാച്ചിൽ, ചേമ്പ്, ചേന, മഞ്ഞൾ, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സാധനമുണ്ടോ അത്തിപ്പഴം വരെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. പലതരത്തിലുള്ള പേരകൾ, അതുപോലെ തന്നെ മുളകുകൾ. ടാങ്കിൻ്റെ മുകളിലുണ്ടോ? ടാങ്കിൻ്റെ മുകളിൽ കാച്ചിൽ പറന്നിരിക്കുക. അതുപോലെ വഴുതനങ്ങ, ക്യാപ്സിക്കം, വെണ്ടക്ക, നിരവധി ഐറ്റം, ഒരു 10-20 വെറൈറ്റിയുള്ള മുളകുകൾ, എല്ലാവരും മട്ടുപ്പാവിൽ അടിപൊളിയായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം കൃഷിയെ നല്ല രീതിയിൽ സ്നേഹിക്കുകയും അത് നല്ല ഭംഗിയായിട്ട് സംരക്ഷിക്കുകയും അത് ലൈനൊപ്പിച്ച് വളർത്തി നല്ല ഫലം തരുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാൻ ഇവർ ഒരു കഠിന പ്രയത്നം തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് കുറഞ്ഞ സ്ഥലമുള്ളൂ. സ്ഥലം പരിമിതി കൊണ്ടാണ് ഏറ്റവും മുകളിലേക്ക് കൃഷി മാറ്റിയിരിക്കുന്നത്. അവരെ ലാൻഡിൽ മൊത്തം അവരെ വീടാണ്. പിന്നെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നതിൽ ഞാൻ കൊണ്ടുപോയി അക്വാപോണിക്സും സെറ്റ് ചെയ്തു. ഇതിൻ്റെ മുകളിൽ കൃഷി നോക്കി ഡ്രാഗൺ ഫ്രൂട്ട്, മുളക് തന്നെ വെറൈറ്റി ഒരുപാട് മുളക്. അവർക്ക് വേണ്ട പച്ചക്കറികൾ മുഴുവനും അവരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അവരുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം മുഴുവനും ഈ പച്ചക്കറിയിലൂടെയും അതുപോലെ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള മത്സ്യത്തിലൂടെയുമാണ് അവർ നേടിയെടുക്കാൻ ഇനി പോകുന്നത്. കാരണം ഇനി നമുക്ക് മത്സ്യം കൂടി അവിടെയുണ്ട്. 1 മാസമായിട്ടുള്ളൂ അക്വാപോണിക്സ് ചെയ്തിട്ടുള്ളെങ്കിൽ കൂടി അതിൽ നിന്നും ഒരു 4 മാസം ആകുമ്പോഴേക്കും അവർക്ക് അടിപൊളിയായിട്ടുള്ള ഇത് ലഭിക്കും, ഈൽഡ് ലഭിക്കും. എങ്ങനെയുണ്ട് നമ്മുടെ അക്വാപോണിക്സ് കാഴ്ചകൾ? എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ ഉള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ലൈക്ക് തരിക. താങ്ക് യു.